നബി തങ്ങളോട് തന്നെ നേരിട്ട് തേടുന്നവരാ ഞങ്ങൾ, ബദരീങ്ങളോട് തേടുന്നവരാണ് ഞങ്ങൾ, അതേ മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നവരാണ് ഞങ്ങൾ. സംശയിക്കണ്ട, ഞങ്ങളെ മുൻഗാമികൾ അങ്ങനെ തേടിയിട്ടുണ്ട്. അതാണ് കാഫീലക്കാരേ കള്ളറ് പീഡിച്ചാരെ കണനീലത്തിന്ന് കബുകാബാൽ കൊന്നോവർ. എത്ര സംഭവങ്ങളാണ്. കാഫില അവരെ പിടിച്ചു, കള്ളന്മാർ, ഒരു കച്ചവട സംഘമാണ്. ഒരു മിനിറ്റ്, കാഫിലക്കാരനെ പിടിച്ചിരിക്കുന്ന കള്ളന്മാരല്ല, പോലീസാണ്. ഭാര്യയ്ക്ക് മതിയായ ചികിത്സ നൽകാതെ മരണത്തിന് വിട്ടുകൊടുത്തതിന് ആ കാഫിലക്കാരനല്ലേ പറയണത്? അതന്നെയല്ലേ പറഞ്ഞത്? നോക്കുക, പിടികൂടി അവരെ കൊല്ലുമെന്നായപ്പോ നേരിട്ട് യാ ഗൗസൽ ആദം യാ അബ്ദുൽ ഖാദിർ ജീലാനി, അവര് ഹയാത്തിലുള്ള കാലം വളുവെടുത്ത് ഇങ്ങനെ വരുമ്പോ തന്റെ മെതിയടിയെടുത്ത് ഒരൊറ്റേറ, ആ ഏറ് നേരെ കള്ളന്മാരെ തലയിലേക്ക് പോയി വീണു. ഇത് വേറെയാണ്. ഇത് കള്ളന്മാര് പിടിച്ചാ ഞാൻ ആയിക്കോട്ടെ, അന്ന് കള്ളന്മാര് പിടിച്ചതാണെങ്കിൽ ഇന്ന് കാഫിലക്കാരൻ്റെ ഭാര്യ ആ സ്ത്രീ അങ്ങനെ മരണത്തിൻ്റെ അവസ്ഥയിലെത്തിയപ്പോൾ നിങ്ങളെ ഈ പറയപ്പെട്ട ഷെയ്ഖുനാൻ എന്ന് വിളിച്ചുകൂടായിരുന്നില്ലേ? അല്ലേ? നിങ്ങളുടെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ, ഞങ്ങളുടെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, മുവഹിദായിരുന്നു. 40 വർഷക്കാലം അള്ളാഹുവിൻ്റെ അഹദാനിയത്ത് ആളുകൾക്ക് മുമ്പിൽ വഅദ് പറഞ്ഞിരുന്ന ആളായിരുന്നു. അതിൽ സംശയമൊന്നും വേണ്ട. ആ പണ്ഡിത ശ്രേഷ്ഠൻ നിങ്ങളുടെ കള്ളക്കറാമത്ത് കഥയിലെ കഥാനായകനെ അല്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന കള്ളക്കറാമത്തും കഥാനായകന്മാരും അത് വേറെയാണ്. അപ്പോൾ എന്തേ നിങ്ങളുടെ കാഫിലക്കാരൻ ലത്തീഫി മൂപ്പരുടെ ഭാര്യ പ്രസവാനന്തരം മരിച്ചു പോകുമ്പോൾ നിങ്ങളെ ഷെയ്ഖുനാനെന്ന് വിളിക്കാറുന്ന്? ഇവിടുത്തെ ചിറ്റടിമേത്തിലെ ഷെയ്ഖുൻ എന്തായാലും വന്നില്ല. ഈ പറഞ്ഞ ഷെയ്ഖുൻ എന്തേ മെതിരെടുത്തിട്ട് ഇങ്ങോട്ട് എറിയാറുന്ന്? പറ. ശബ്ദമുണ്ടായി, മുഴുവൻ കൊള്ളക്കാരും മരിച്ചുപോയി, ആ കച്ചവട സംഘം രക്ഷപ്പെട്ടു. ഒരു ചെരുപ്പെടുത്ത് എറിഞ്ഞപ്പോൾ തന്നെ മുഴുവൻ കൊള്ളക്കാരും മരിച്ചു പോയി എന്നാ പറഞ്ഞ്. വല്ലാത്ത ജാതി, ഏറായിപ്പോയി. ഇങ്ങനെ എത്ര സഹായം ഞങ്ങളെ നേതാവായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെയ്തു. മടവൂർ ശൈഖുന് അങ്ങനെ തന്നെയാണ്. CP ഉസ്താദ് പറഞ്ഞില്ലേ, ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോ കപ്പലിന്റെ മെഷീൻ കേടുവന്നു പോയി, കടലിന്റെ നടുവിൽ വെച്ച് എല്ലാരും ബേജാറായി. അവസാനം ശൈഖുനയെ വിളിച്ചു അവിടുത്തെ ഒരു മുഹിബ്. ശൈഖുന തന്നെ വന്നു, ഭയപ്പെടണ്ട, അനൽ മുദബ്ബിർ, ഞാനില്ലേ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത ആളായിട്ട്. ഇവിടെ പറഞ്ഞത് മുഹിയുദ്ദീൻ ഷെയ്ഖിനെയാണ്. മറ്റയാള് പറഞ്ഞത് ആരെ? ഖലീൽ ബുഖാരി തങ്ങളെ. മൂപ്പര് പറഞ്ഞത് ബദരീങ്ങളെ വിളിച്ചു. ബദരീങ്ങളെ, നിങ്ങളല്ലാണ്ട് വേറെ ആരുമില്ല, രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വിളിച്ചു. കേട്ട് മടുത്തതാണ്, ആളുകൾ വെറുത്തതാണ്. എന്നാലും കേൾക്കാം നമുക്കൊന്ന്. ിൽ കുറെ ഐറ്റകൾ വരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുരാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് പറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. കരഞ്ഞുകൊണ്ട് പറയണത്. അപ്പോൾ ഇവരുടെയൊക്കെ വിശ്വാസം പിഴച്ച വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളെ കുറ്റം പറയും. ഇവറ്റെവിടെ പണ്ഡിതന്മാർ? ഇതിലെവിടെ പണ്ഡിതന്മാർ? സഹോദരന്മാരെ, കേരളത്തിൻ്റെ മണ്ണിൽ ഈ കൂട്ടത്തിൽ ഒരു പണ്ഡിതനെ കാണിച്ചു തരാൻ പറ്റുമോ? പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഇത് വയലന്മാർ, കുറച്ച് ദായിമാരും ഉണ്ടാവുമായിരിക്കാം, എന്നാൽ ഇതൊന്നല്ല പാണ്ഡിത്യം. ഉലമാക്കൾ എന്നുള്ളത് അത് വേറെ റേഞ്ചാണ്. പരിശുദ്ധ ഖുർആനും സ്വഹീഹ് ഹദീസും അത് നിരൂപണം ചെയ്ത് അത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ, അതൊക്കെ ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ തിരഞ്ഞാൽ, ചിലപ്പോൾ ഇന്ത്യയിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇന്ന് തിരഞ്ഞാൽ കിട്ടൂല. ഇത് ഉപജീവനത്തിൻ്റെ മാർഗത്തിന് വേണ്ടിയിട്ട് കുറച്ച് കിതാബ് ഓതിയിട്ടൊരു വേഷപ്രച്ഛന്നരായിട്ട് നടക്കുന്ന ഇവരല്ല ഉലമാക്കൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞ കാര്യം, ഞങ്ങൾ നബിനെയും വിളിക്കണവരാണ്, മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും വിളിക്കണവരാണ്, ബദരീങ്ങളെയും വിളിക്കണവരാണ്.
അപ്പോൾ ഏതാങ്ങളെ മതം അതും കൂടി ഒന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവരാണ്. ഇനി വേറൊരാള് ഈ സഹായതേട്ടം, ഇവരിപ്പോൾ ഷിയാക്കൾ പഠിപ്പിച്ചു കൊടുത്ത സഹായതേട്ടാണല്ലോ പ്രിയമുള്ളവരെ ഈ നടത്തുന്നത്. വേറൊരു മുസ്ലിയാർ സഹായതേട്ടത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോ നിങ്ങൾ. സഹായം തേടാതെ ജീവിക്കാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കും? ആരോട് സഹായം തേടാതെ? മനുഷ്യന്മാരോട്, അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളോട്. നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ വസ്തുക്കളുടെ സഹായം തേടുന്നുണ്ട്? മനുഷ്യന്മാരോട് തേടുന്നുണ്ട്, നമ്മുടെ വാഹനത്തിന്റെ സഹായം തേടുന്നുണ്ട്, ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സഹായം തേടുന്നുണ്ട്. അങ്ങനെ ജീവനുള്ളതും അചേതന വസ്തുക്കളുമായ ഒരുപാട് സംഗതിയുടെ സഹായം തേടിയിട്ടല്ലേ നമ്മൾ ദിവസവും ജീവിക്കുന്നത്? അല്ലേ? ആണ്. ഇതിൽ ഈ ചെങ്ങായി പറഞ്ഞൊന്ന് കേട്ടോ നിങ്ങളെ. മൂല്യരാത്രേ, ഞങ്ങള് ജീവിച്ചിരിക്കുന്നവരോടും സഹായം തേടുന്നുണ്ട്, ജീവനുള്ളവരോടും സഹായം തേടുന്നുണ്ട്, ജീവനില്ലാത്തവനോടും സഹായം തേടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്നാര മൂല്യരെ മൊയന്തേ, ഇങ്ങനെ വിളിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഇന്ന് ബൈക്കും കാറും ഒക്കെയാണ്, ജീവനില്ല. അതിന് ചാവി പിടിച്ച് തിരിച്ചാൽ അത് സ്റ്റാർട്ടാവും. എന്നിട്ട് സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഗിയർ മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് കാല് കൊടുത്തിട്ട് ആക്സിലേറ്ററിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോകും. അത് ആ വണ്ടി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ആ വണ്ടിയോട് നമ്മൾ എപ്പോഴെങ്കിലും സഹായം തേടിയോ? പണ്ട് കാലത്ത് ഈ വാഹനങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ജീവനുള്ളത് കുതിരയുടെ മേത്ത് കയറിയിരുന്നിട്ട്, മേലെ മുതുകത്ത് കയറിയിരുന്നിട്ട്, ആ കുതിര ഓട്ടുന്ന ആളുകൾക്കൊക്കെ അതറിയാം, അതിൻ്റെ കാലിൻ്റെ ബാക്ക് സൈഡിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ സാധനം പോയിക്കോളും. അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും ഒക്കെ അതിൻ്റെ കയറിലൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെയുണ്ട്, എന്തായാലും എനിക്കത് അറിയാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അത് അതിമ കയറിയിരുന്നിട്ട് അതിനോട് ഇങ്ങനെ സഹായം തേടിയിട്ടാണോ അത് ചെയ്യണത്? അതിന് കുതിരയാവട്ടെ, ഒട്ടകമാവട്ടെ, കഴുതയാവട്ടെ. ഇനി ജീവനുള്ള പശു, മാട്, മറ്റുള്ള മൃഗങ്ങൾ, കോഴി ഇങ്ങനെ കോഴിയുടെ മൂട്ടിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുട്ട തരൂ സഹായം ചോദിച്ചിട്ടാണോ മുട്ട ഇടുന്നത്? അതേപോലെ ഒരു പാത്രം കൊണ്ടുപോയിട്ട് ഈ പശുവിൻ്റെ അകിടിൻ്റെ താഴെ കൊണ്ടുപോയി പിടിച്ചാൽ പശുമാതാവേ, പശുമാതാവല്ല, ഗോമാതാവേ, പാല് കറന്നു തരൂ, അല്ലെങ്കിൽ പാല് ചുരന്ന് തരൂ എന്ന് പറഞ്ഞിട്ട് സഹായം തേടിയിട്ടാണോ അവരിങ്ങനെ പൂടിച്ച് പിഴിഞ്ഞെടുക്കല്ലേ അല്ലേ? പണ്ടൊരു ഇതിലുണ്ടായിരുന്നു, കോഴി നമുക്ക് മുട്ട തരുന്നു, ശരിയല്ലേ? ശരിയാണ്. പശു നമുക്ക് പാല് തരുന്നു, ശരിയല്ലേ? അപ്പോൾ എല്ലാവരും ശരിയാണ് എന്ന് പറയുമ്പോൾ ശരിയല്ല എന്നാണ് ആ മോട്ടിവേഷൻ സ്പീച്ചർ പറഞ്ഞത്. കറക്റ്റാണത്. കാര്യം കോഴി നമുക്ക് മുട്ടട്ടിരുന്നു, നമുക്കിടുന്ന എല്ലാ സത്യത്തില്ല, അതിൻ്റെ ആവശ്യത്തിന് ഇടുന്നതാണ്, വിരിച്ച് അതിൻ്റെ സന്താനോൽപാദനത്തിന് വേണ്ടിയിട്ട് അത് ഇടുന്നതാണ്. പക്ഷേ നമ്മൾ എടുത്തിട്ട് ഓംലേറ്റ് അടിച്ച് ഞണ്ണുന്നു. പശുവിൻ്റെ അകിടിൽ, ഗോമാതാവിൻ്റെ അകിടിൽ, ഈ സംഖ്യകൾ പറയുന്ന പോലെ ഗോമാതാവ് എന്ന് പറയാം, അതിൻ്റെ അകിടിൽ പാല് അത് നിറയുന്നത് അതിൻ്റെ കിടാവിന് കുടിക്കുവാനുള്ളതാണ്. പശുക്കുട്ടിയോ അല്ലെങ്കിൽ മൂരിക്കുട്ടിയൊക്കെ ഉള്ള അതിന് കുടിക്കാനുള്ള, അതിനെ ഇങ്ങനെ കൊടുത്തിട്ട് കുടിക്കണ പോലെ ഇങ്ങനെ കാട്ടും. എന്നിട്ട് കൊണ്ടുപോയിട്ട് അതിനെ കാണോടത്ത് കെട്ടിയിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ കറന്നെടുക്കും. അങ്ങനെ തന്നെ പാല് എടുക്കുന്നത്. അപ്പോൾ അത് തരുന്നില്ല, നമ്മൾ വലിച്ച് പിഴിഞ്ഞെടുത്താലുള്ളൂ, ഞെക്കി പിഴിഞ്ഞെടുത്താലുള്ളൂ കിട്ടുക. ഇത് അതിനോട് സഹായം ചോദിച്ചിട്ടാണ് മൂല്യരെ ആണോ? ഇനി നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ സ്വിച്ചേ നിങ്ങൾ ഒന്ന് ഓണാവോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണോ? ഇതല്ല പ്രശ്നേ. മാമ്പർത്ത തങ്ങളെ കുട്ടീനെ കൊണ്ടാ, CM മടപൂരേ ഫ്ലൈറ്റിനെ മറിച്ചിട്ടുണ്ടാ എന്നിങ്ങൾ മരിച്ച മയ്യത്തിനോട് തേടുന്നുണ്ടല്ലോ. ഇത് ശിർക്കാന്നാ പറഞ്ഞത്. നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് എന്താണ്? ഞങ്ങൾ എല്ലാവരോടും സഹായം തേടാറുണ്ട് എന്ന് പറഞ്ഞത്. ആരാ പറഞ്ഞത്? കുരുവട്ടൂരിന് ഔഷാദ് എന്തിനാ പറയണത്? കുരുവട്ടൂരിന് ഔഷാന് ഈ സമസ്തകളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം എന്നുള്ള ആ ഒരു സംഭവം, അത് ഒരു കരാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് കുരുവട്ടൂർ ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് അച്ചാരവും വാങ്ങിയിട്ട്. അത് മറ്റൊരു കാര്യം. അപ്പോൾ അത് കുരുവട്ടൂരിന് ഔഷാദ് പൊളിച്ചിട്ടാലും ഇല്ലെങ്കിലും ഓല് പറയുന്നത് പിഴച്ച വാദമാണ്. ഇനി കുരുവട്ടൂരിന് ഔഷാദ് ഇതൊക്കെ പൊളിച്ചിടാൻ നടക്കുന്നത് എന്തിനാ? അതിനേക്കാട്ടിലും പിഴച്ച കുരുവട്ടൂരി സിദ്ധാന്തം ഇവിടെ പടർത്താൻ വേണ്ടിയിട്ടാണ്. കൊറോണനെക്കാട്ടിലും മാരകാണിട്ടില്ലേ? കൊറോണ വന്നാൽ മരിച്ചേയുള്ളൂ. ഇത് മരിക്കുക മാത്രമല്ല, ചിലപ്പോൾ ജീവിച്ചുകൊണ്ട് നമ്മുടെ ആഹ്റം കംപ്ലീറ്റ് പോകും. അത് കുരുവട്ടൂരിന് ഔഷാദാണെങ്കിലും അപ്പുറത്തുള്ള ഏത് സമസ്ത, ഷിയ, ബറേൽവി, ത്വരീഖത്ത് സിദ്ധാന്തക്കാരാണല്ലോ. പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, അതാണ് നമ്മുടെ പ്രമാണങ്ങൾ. അതിലേക്ക് മടങ്ങൂ. വട്ടന്മാരും പൊട്ടന്മാരും എഴുതിയിട്ട് എന്തെങ്കിലും അറിവിൽ എഴുതി വെച്ച് കുണിച്ചെങ്കിൽ പുറംകാലം കൊണ്ട് തട്ടി എറിഞ്ഞിട്ട് യഥാർത്ഥ ദീനിലേക്ക് മടങ്ങുക, ദീനുൽ ഇസ്ലാമിലേക്ക്, അഹ്ലു സുന്നയിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.